ഹലോ എവ്രി വൺ. സാധാരണ നമ്മൾ ഓരോ എപ്പിസോഡും കാണുമ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കുറേ ആഭരണങ്ങളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തുകയൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചധികം ഡിഫറെൻ്റ് ആണ്. ഇന്ന് കുറച്ച് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ചേർന്ന് അവരുമായിട്ട് കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് കുറച്ച് ഓർണമെന്റ്സ് നമ്മൾ കാണാൻ പോകുന്നത്. വാ പരിചയപ്പെടാം. ഓക്കെ, ഹലോ. നമ്മുടെ വെഡിങ് പാർട്ടിയാണ്. പേരെന്താണ്? രാഗി. എന്താണ് അവരുടെ പേര്? ഓക്കെ, ശ്രീഹരിക്കുട്ടി. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ഒക്കെ എവിടം വരെയായി? എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഓരോന്നായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടമായോ കളക്ഷൻസ് ഒക്കെ? ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ് ഇഷ്ടം? ഇപ്പൊ നമ്മുടെ ആക്ച്വലി ഇഷ്ടങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കേരള വെഡിങ് സെറ്റ് മുതൽ ആന്റിക് ഡിസൈൻസ് വരെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ നമുക്ക് പലപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട് മനസ്സിൽ. അപ്പൊ പെർട്ടിക്കുലറായിട്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ല, കേരള മോഡാണ് താല്പര്യം. ഓക്കെ, ഭയങ്കര നല്ല നാടൻ ടച്ചിൽ ഒരുങ്ങി വരാനാണ് താല്പര്യം അല്ലേ? ഓക്കെ, അപ്പൊ കല്യാണം എപ്പോഴാണ്? ഏപ്രിൽ 20 കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു നവവധു ആവാൻ ഒരുങ്ങുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി വെഡിങ് സെറ്റ് ഇവിടെ ഉണ്ടല്ലേ. അമ്മ എന്താണ് പറയുന്നത് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ കുറിച്ച്? വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. എങ്ങനെയാണ് ഇവിടെ ആൾക്കാരൊക്കെ? ഇഷ്ടമാണോ? നല്ല സഹകരിക്കുന്ന ആൾക്കാരാണോ? ഓക്കെ, അപ്പൊ ഇഷ്ടമായി ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ ഇഷ്ടമായി കളക്ഷൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? നല്ല കളക്ഷനാണ്. ഓക്കെ, കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായി? ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവർക്ക് ഇഷ്ടപ്പെട്ട ആഭരണം എവിടെയുണ്ട് എന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നു. അതുകൊണ്ട് ഞാൻ വന്നു. അച്ഛന് ഭാര്യയുടെയും മകളുടെയും ആ ഒരു ഇഷ്ടമാണ് അച്ഛന് ഏറ്റവും വലിയ പ്രധാനം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഹാപ്പി ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ എന്തായാലും ഓർണമെന്റ്സ് ഒന്ന് വെയർ ചെയ്യാം അല്ലേ? ഇപ്പൊ വെയർ ചെയ്ത് നോക്കാം. അപ്പൊ ദേ നമ്മുടെ രാഖിക്കുട്ടി നല്ല നവവധുവായി ഒരുങ്ങിയിരിക്കുകയാണ് അല്ലെ? എന്ത് തോന്നുന്നു? ഹാപ്പിയാണോ? ഈ ഒരു ലുക്ക് എങ്ങനെയാണ് കണ്ടപ്പോ തോന്നുന്നത്? അടിപൊളിയായിട്ട് തോന്നി. എക്സാക്ട് കരുതിയ ഒരു മോഡൽ തന്നെയാണല്ലേ? കേരള വെഡിങ് സെറ്റ് എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ ഒരു മോഡൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ്. കളക്ഷൻസ് ഒക്കെ ഒരുപാട് എങ്ങനെയാണ് കൺഫ്യൂസിംഗ് ആയിട്ടാണോ കളക്ഷൻസ് എന്നൊക്കെ? അപ്പൊ അതിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യുമ്പോ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ ഫൈനലി എന്തായാലും നമ്മള് എടുത്തല്ലേ? ഓക്കെ, ഹാപ്പിയാണ്. ഇനിയിപ്പോ ഏപ്രിൽ 20 എന്തായാലും ഇതിന്റെ കൂടെ നല്ലൊരു അടിപൊളി ലുക്കൊക്കെ ആയിട്ട് ഒരുങ്ങി ഇറങ്ങാൻ പോവുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അതിന് ഓൾ ദി ബെസ്റ്റ്. സോ നമ്മുടെ ഈ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സർവീസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല സർവീസ് ആണ്. ഓക്കെ, എല്ലാവരും എങ്ങനെ നല്ല കോപ്പറേറ്റീവ് ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും ഏപ്രിൽ 20 നല്ലൊരു അടിപൊളി ആവട്ടെ അല്ലെ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു ആശംസ നേരുകയാണ്. ഓക്കെ, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.